Yo my guys, welcome back to the vlogs. അപ്പോൾ ഇന്ന് നമ്മൾ കോഴിക്കോട് പോവാണ്. കേരള പരിപാടിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഞാൻ ആൻഡ് അരുന്ധതിയാണ് പോകുന്നത്. She was studying from there. അപ്പോൾ സമീപം 6:02 സമീപം 6:02 6:20 ബസ്. നമ്മൾ എപ്പോൾ പോവും എങ്ങനെ പോകുമെന്ന് അറിയില്ല. ബസ് കിട്ടിയില്ലേ മുമ്പസിയ. അപ്പോൾ നമ്മൾ റെഡിയായി, ഓളും റെഡിയായി. ഇനി നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ പോകും. സമയമൊക്കെ ഇഷ്ടം കൂടുതലായതുകൊണ്ട് നമുക്കൊന്നുമില്ല. രണ്ടാൾക്ക് ഇവിടെ കിടന്നുറങ്ങാണ്. വി ഓൺലി ഗേൾസ് ഗോയിങ്. അപ്പോൾ നമ്മൾ പോവാണ് ഗേൾസ്. എ ലിറ്റിൽ ബിറ്റ് ഓഫ് എക്സൈറ്റ്മെന്റ് ഉണ്ട്. പേടി ഓൾസോ. നമ്മളെങ്ങനെ ജീവിച്ചതൊന്നും അറിയില്ല. And this was my outfits of the day. Appo poiti kham guys. Bye. Guys, she was eating her breakfast and ഇവക്ക് ചായ കുടിച്ചില്ലെങ്കിൽ ഛർദിക്കും. ഞാൻ ചായ കുടിച്ചാൽ ഛർദിക്കും. So she eating and അത് കഴിഞ്ഞ് നമ്മൾ പോവതാണ്. The sky looks very pretty guys. Yes, that moon also. Yeah guys, അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോവാണ്. ഇവിടുന്ന് കുറച്ച് നടക്കാണ് താഴേക്ക്. അപ്പോഴാണെങ്കിൽ ബസ് ലേറ്റ് അല്ല, നമ്മൾ ലേറ്റാണ്. ഓക്കെ, വി ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ പുലിയും പുലിയല്ല എന്തോ കടുവ ഇറങ്ങിയ ടൈമാണ്. കുറച്ച് മണിക്ക് കടുവ ഇറങ്ങിയ ടൈമാണ് ഇപ്പോൾ. ഇത് നമ്മൾ നടന്നു പോകുന്നത്. We are super good. Guys, വളരെ അതിസാഹസികമായി നമ്മളിവിടെ എത്തിയെങ്കിലും ബസ് പോയി. അപ്പോൾ സക്സസ്ഫുള്ളി നമ്മൾ തുടക്കം മാംഗലൂരിലേക്കാണ്. ആൻഡ് ഹിയർ ടു കോൾഡ്. അപ്പോൾ ഈ ഗുവായിട്ട താഴെക്കിട് ഗായ്സ്. 7 മണിയിൽ നിൽക്കണം. ഇപ്പോൾ 6:30 സമയം. ബസ് പോയെന്നാണ് നമ്മൾ വിളിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ചോദിക്കട്ടെ അയാളോട്. ഭയങ്കര തണുപ്പ് ഗൈസ്. തണുത്ത് നമ്മൾ ചാവും. അപ്പോൾ പോയി ചോദിക്കട്ടെ അയാളോട് ബസ് പോയോ ഇല്ലയോന്ന്. ആൻഡ് അവർ GC വയനാട് ഈസ് എന്താ അടുക്കളാക്കി തീരില്ല. ഓക്കെ ഫൈൻ ഗായ്സ്, നമ്മൾ ബസ് വരുന്നില്ല. അപ്പോൾ നമ്മളിവിടെ എത്തുമ്പോൾ ബസ്സിന് അങ്ങോട്ടേക്ക് പോയി കോഴിക്കോട് ബസ്. നമ്മൾ മുമ്പിലോട്ട് പോയ ബസ് നമ്മളെ വെച്ച് സൈഡിലല്ലോ വെച്ചു. ഓക്കെ, നമ്മുടെ ഭാഗത്ത് നിന്നിട്ടുണ്ട്. പുലിയും കടി വെട്ടങ്ങാണ്ട് നമ്മളിവിടെ നിന്നാൽ ഭാഗ്യം. പിന്നെന്താ ഗൈസ് വിശേഷം? ആൻഡ് നത്തിങ് എൽസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നമുക്ക് അടുത്തോളം ആദ്യം പോകാം. ഇത് ഇറങ്ങുമ്പോഴേക്ക് പോയി കള്ളം കഴിയും. അത് നമ്മൾ പോകണ്ടേ ബസ്. പിന്നെ ഏതോ അത് ടൂറിസ്റ്റ് ബസ്. ഓക്കെ നോട്ട് അവർ ഗൈസ് നമ്മളിവിടെ ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം 1 മണിക്കൂർ കഴിഞ്ഞു. ആൻഡ് ബസ് ഇതേ വന്നില്ല. അതിന് സങ്കടമില്ല. എന്തായാലും ഇത് മൂന്നിൽ സർട്ടിഫൈഡ് അവസ്ഥ നമ്മളെ. ഇതൊക്കെ ഇങ്ങനെ അവസ്ഥ ഇങ്ങനെ ഈ വണ്ടി പോയി ആവശ്യമുള്ളപ്പോൾ ഈ വണ്ടി ഇങ്ങോട്ടേക്ക് ഉണ്ട്. കുറേ ബസ് വേണം കണ്ണൂർ. ഇങ്ങോട്ടേക്ക് ഒരു ബസ് ഇല്ല ഗായ്സ്. സക്സസ്ഫുള്ളി വി റീച്ച് മാനന്തവാടി. ആൻഡ് കണ്ണിലുള്ള അവസ്ഥ മകെ തണുത്ത് ഒന്ന് ചാവാനായി. തണുത്ത് വെച്ച് കഴിഞ്ഞാൽ വടക്കണം. അപ്പോൾ വ്ളോഗാണ് നമ്മളെ ട്രിപ്പ് വാസ് മുഞ്ചറിയില്ല. അടച്ചാൽ മതി നമുക്ക്. അടച്ചോളൂ. നമ്മൾ പോയിക്കും അടുത്തിരിക്കും. KLF കണ്ടിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോയി. ഇവിടെ വലിയ പോസ് നമ്മുടെ ബസ് വരുന്നില്ല. അപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് എങ്ങനെയാ കോഴിക്കോട് എപ്പോഴും വീട്ടിൽ സാധനം ഹൽവ വാളി പോവാം. അപ്പോൾ നമുക്ക് ഹൽവ വാളി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹൽവ വടയിൽ പോയി ഹൽവയും വാങ്ങി തിരിച്ചു
പോവാണ്. തിരിച്ചു പോവല്ല, നമ്മളിപ്പോ എങ്ങോട്ട് പോവാ? SMC പോയി കുറച്ച് തണ്ടി കിടക്കണം. ആൻഡ് ഗായ്സ് ഇപ്പോൾ നമ്മൾ SMCയിലേക്കാണ് നടന്നു പോകുന്നത്. ആൻഡ് ഞാൻ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, വന്നിട്ടല്ല, ഞാൻ ഒരു മാസത്തെ പരിചയം ഉണ്ടാക്കിട. അപ്പോൾ നമുക്ക് മെമ്മറീസ് ബ്രിങ് ബാക്ക് ആണു. ഈ മാണാഞ്ചേരി സ്ക്വയറിൽ എൻ്റെ ഒരു ബർത്ത്ഡേ ആഘോഷിച്ചത്. ദാറ്റ് വാസ് മെമ്മറബിൾ ബർത്ത്ഡേ. ഇപ്പോൾ നമ്മൾ ഇതിലൂടെ ഇങ്ങനെ നടക്കുന്നു. SMCക്ക് പോകണം. നമ്മൾ ഹൽവ വാലിന് ഹൽവ വാങ്ങിച്ചു. ഐ എം എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് എനിക്ക് അവിടുന്ന് വ്ളോഗ് എടുക്കാൻ പറ്റില്ല. അയാളെ എഴുതുണ്ടാവും എന്തെങ്കിലും. നമ്മളാരും വിചാരിക്കേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ അയാളെ തോന്നണേ. ഓക്കെ, വാട്ടോ, നമ്മളാരും മൈൻഡ് ചെയ്യണ്ട. നമ്മളിങ്ങനെ എടുക്കുക, പോവുക. ഓക്കെ എവരിബഡി. അപ്പം നമ്മൾ SM പോയി ഇവർക്ക് ഡ്രസ്സ് എടുക്കണം. അതിനാണ് മെയിനായിട്ട് നമ്മൾ പോണത്. നമുക്ക് നോക്കാം അവിടെ എന്ത് ആവുന്നത്. ഗൈസ്, നമ്മൾ ആക്ച്വലി ഉദ്ദേശം എന്താ വെച്ചാൽ KLF ആണ് വന്നേ. പക്ഷെ നമ്മൾ ഇപ്പൊ തന്നെ കളിക്കുവാണ്. വി ഓൺലി 2 of us are here. ബർത്ത്ഡേ ആരും വന്നില്ല. ഓക്കെ, പിന്നെന്താ, വൈകുന്നേരം ആകുമ്പോഴേക്ക് നമ്മൾ കൊണ്ടാട്ടമാവും എന്നുള്ളതിൽ തീരുമാനമായിട്ടുണ്ട്. ആൻഡ് ഞാനിപ്പോൾ സൺസ്ക്രീൻ പോലും യൂസ് ചെയ്യാറില്ല. ഗൈസ്, വി റീച്ച് ഇതെവിടെയാ? സോറി, ഇവിടെ പന്തളം പോയതുകൊണ്ട് അല്ലേ? ഇങ്ങോട്ട് പന്തലുണ്ട്. ഗൈസ്, നമ്മൾ അതിസൂപ്പറായി നാറിപ്പോന്നു. ചക്കന്മാർ ഫുള്ളിങ്ങോട്ട് കാട് ഫോണും പറഞ്ഞിങ്ങോട്ട് ഷോറൊക്കെ നടന്നേയും കുഴപ്പമില്ല. നമുക്ക് ഞാൻ പുത്തേലത്തോണ്ട് കുഴപ്പമേ ഇല്ല. നമ്മൾ ഇപ്പൊ ബീച്ചിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ ബീച്ചിലെത്തിക്കാണ്. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടി ഒരുമിച്ച് നമ്മൾ ബ്രഞ്ചാക്കാന്ന് ചോദിച്ചേ. ആൻഡ് ഈ നഷ്ടപ്പഴം കഴിച്ച് നമ്മളെ പോലെ നമ്മളല്ലാണ്ട് വേറെ ആരും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ആൾക്കാരെ പോലത്തെ കുറച്ച് ആൾക്കാരുണ്ട്, 2 മനുഷ്യരുണ്ടാവില്ല. വീട് പണ്ടൊക്കെയാണ്. ഇപ്പോൾ വെച്ചാൽ ഒരു ഷവർമ സ്പോട്ടുണ്ട്. ഇത് ഹാജി ഇബ്രാഹിം ആണ്. എവിടെയാ പോലാണ് ലൊക്കേഷൻ പോവുകയാണെങ്കിൽ ലൊക്കേഷനിട്ട് നമുക്ക് പോയി നോക്കാം. ആ ഷവർമ അടിപൊളിയാണ്. മറ്റാണ് പണ്ട് പോണത്. നോക്കി നോക്കി എങ്ങനെയുണ്ട്. നമ്മളൊരു KLFന്റെ സ്പോട്ട് കണ്ടു. ഫ്രീ മാർക്കറ്റ്. ഞാൻ ഫ്രീ കണ്ട് നമ്മളവിടെ കയറണം. ഓക്കെ, വാട്ടവർ. നമ്മളെ കയറി നോക്കാം. എന്നിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോകും. ആൾക്കാർ കഴിഞ്ഞിട്ടുണ്ട്. കാല് കുത്തുമ്പോൾ സാധിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ നോക്കിയാണ് സക്സസ്ഫുള്ളി. ഇവിടെ ഫുൾ KLFന്റെ സ്ഥലങ്ങളുണ്ട്. നമ്മളെ ഫുഡ് കഴിച്ചാൽ നമുക്ക് കയറാൻ പറ്റൂ. നല്ല വിഷമുണ്ട്. ഇപ്പം നമ്മൾ പോയി കയറട്ടെ. ഫൈനലി നമ്മൾ എത്തിയിരിക്കുന്നു. നമ്മളെ ഹാജി ഇബ്രാഹിമിലെത്തി. ഹാജി ഹാവിങ് സം ഹൽവ ബിക്കോസ് നമ്മളെ ഇതൊന്നും കിട്ടിയില്ല. ബിരിയാണി കോഴിക്കോട് ബിരിയാണി ഭയങ്കര സൂഫി മന്തിയാണ്. നമ്മുടെ ബിരിയാണി ഷവർമ മുഞ്ച തീർത്ത് നമുക്ക് സൂഫി മന്തി വന്നു. മന്തി കഴിക്കാൻ മന്തി ഒന്നും വന്നില്ല. വി ആർ വെയിറ്റിംഗ് ഫോർ മന്തി. ഐ ഓർഡർ ഹണി ആൻഡ് ഷീ ഓർഡർ ബിൽ സെറ്റ് കഴിഞ്ഞത്. ഇവിടുത്തെ ആംബിയൻസ് തന്നെ ഉണ്ട്. കുറച്ചധികം എക്സ്പെൻസീവ് തോന്നുന്നുണ്ട്. കയ്യിലാണെന്നൊക്കെ വലിയ പൈസ ഇല്ല. മുഞ്ചോ അറിയില്ല. നോക്കാം. നമുക്ക് ഇപ്പോൾ 2 ടൊമാറ്റോ ചട്നി വന്നിട്ടുണ്ട്. ഡിസ്ക് വന്നിട്ടുണ്ട്. Cucumber is good for health and also diet. So we are eating this.
മയോണൈസ് നമ്മൾ കുറേ എടുക്കണം. ഇനിയ പൊൻ നിലാവേ പൊൻ നിലവിൽ തുടരുതേ ദിനം ദിനം ഇനിയ പൊൻ നിലാവേ പൊൻ നിലവിൽ കനാവേ பன்னீரை தூவும் மழை இல்லென்ற காற்றின் அலை சேர்ந்தாடும் இந்நேரமே. നമ്മൾ മന്തിയൊക്കെ കഴിച്ചു, കുട്ടിപ്പമലായി. ആൻഡ് മന്തി വാസ് ഭയങ്കര വെള്ളം പോലത്തെ മന്തിയായിരുന്നു. പക്ഷെ ഇറ്റ്സ് ഓക്കെ, നമ്മൾ ഞാൻ എന്തെടുത്താലും കഴിക്കുമല്ലോ. ഞാൻ കഴിച്ചു അങ്ങോട്ട്. ബൈ ദ വേ നമ്മൾ എല്ലാം കഴിക്കുന്നതുകൊണ്ട് നമ്മളത് കഴിച്ചു. അപ്പോൾ ഗൈസ് വി ആർ ലീവിങ് ഫ്രം ഹിയർ. ആൻഡ് അടുത്ത നമ്മൾ പോകുന്നത് കേരള കാണാൻ. ഗൈസ് നമ്മൾ കറങ്ങി തിരിഞ്ഞ് വന്ന വഴി എത്തി. ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. അങ്ങ് പോയി, നമ്മൾ അങ്ങ് പോയി, അങ്ങേ കൂടെ പോയി, ഇങ്ങേ കൂടെ പോയി, എങ്ങോട്ടോ പോയി, ലാസ്റ്റ് തിരിച്ചെത്തി നോക്കുമ്പോൾ എടുക്കണേ അവസ്ഥ തന്നെ. നമ്മളെ ഭയങ്കര വീട് കൊണ്ടാട്ടം. വി ആർ കൊണ്ടാട്ടം ആവും ഷുവർ ഫോർ ദ ഡേ. ആൻഡ് ഇനി ആൾക്കാരുടെ പിന്നോട് വിശ്വസിക്കണം. ഇപ്പം ആൾക്കാരൊന്നും ഇല്ല. ഗായ്സ് നമ്മൾ നേവി എന്താ നമ്മൾ മറ്റേ നേവി ക്ലബ് അവരെ എക്സിബിഷൻ ചെയ്തതാണ്. എന്നത് ഈ ഫുൾ എസ്തെറ്റിക്സ് ആണ് കണ്ടുകൊണ്ട് ചെയ്യാൻ തോന്നി. നോക്ക് ഫുൾ ഫോട്ടോ എടുത്ത് കൂട്ടേണ്ടി എനിക്ക് ഇങ്ങനെ ഞങ്ങൾക്ക് ഇൻസ്റ്റ സ്റ്റോറി ഇടുന്ന പറഞ്ഞത്. നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നുണ്ടോ ഗൈസ്? അപ്പം നമ്മൾ എല്ലാം കാണലാണ് ഇവിടെ. എനിക്ക് ഇങ്ങനത്തെ വലിയ താല്പര്യമുള്ള. അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കുന്നു, ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു, ഫോട്ടോ എടുക്കേണ്ട. ഇവിടെ അടുത്ത് നമ്മൾ ബാക്കി എക്സിബിഷൻ കാണാൻ. ഈ സാധനം കണ്ടെങ്കിൽ ഇവരെ ഡേറ്റ് ഓഫ് ബർത്തും ഇല്ല സീരിയൽ നമ്പറും സെയിം. കുറേ പഴയ സാധനങ്ങളുണ്ട്. ഇന്ത്യൻ ഭാഷകളിലുള്ള ഓഫീസാണ് ഇത്. ഗാന്ധിജിയുടെ ആത്മകഥയുടെ 15 ഇന്ത്യൻ ഭാഷയിലുള്ള ഓഫീസാണ്. Aesthetic Bible സ്ഥലം. We are waiting to എടുക്കൽ ഫോട്ടോ ഫ്രം ദാർ. ആൻഡ് ഇവിടെ വരുന്നത് ജസ്റ്റ് ചെറിയ മുടി പോലെ ഫോട്ടോ ഒക്കെ എടുക്കാറ്. കുറേ പുസ്തകം കണ്ട് പെണ്ണെ അത് എടുക്കേണ്ട ചെയ്യുന്നില്ല. അവിടെ ഫുൾ പലതാണ് പുസ്തകത്തിന്. ആൻഡ് എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ചെറിയ കുട്ടികളുടെ ബുക്കെന്നൊക്കെ എടുക്കാണ്. ബുക്കിൻ്റെ പുസ്തകം നന്നായിട്ട് വെക്കാം. മന്തി കഴിച്ച് പൈസ കഥം ഒക്കെ. സോ ഇവിടെ ഒന്നും വാങ്ങില്ല. ഫോട്ടോ എടുക്കാനായിട്ട് കേജൊന്നും ചെന്നു. ഫോട്ടോ എടുക്കാൻ സ്റ്റോറി ഇടാൻ പോകാം. ബുക്ക് വാങ്ങണം മറ്റും നമ്മൾ കേജ്. പക്ഷെ ഇവൾ സ്റ്റോറി ഇടാൻ മാത്രമായിട്ട് ഇവിടെ കേജ് വന്നിട്ടുള്ളൂ. ആൾക്കാരൊക്കെ അതെ അതെ ഇപ്പൊ തന്നെ സ്റ്റോറി ഇടാൻ പോണത്തെ. ഇത്രയും ബുക്കിനായിട്ട് പെണ്ണു ഒരു ബുക്ക് പോലെ എടുക്കാൻ കഴിയാം. நினைவினாலே அணைக்கிறேன் உன் பார்வையில் 1000 കവിത ഞാൻ എഴുതുവേൻ കാറ്റിൽ ഞാൻ. പക്ഷേ എനിക്ക് സ്വാഭാവികമായും ആ കവിത വാങ്ങിയിരിക്കുന്നത് ആ രൂപത്തിലാണ് എന്നുള്ളതുകൊണ്ട് I made a difference for all three purposes, all three reasons. It's in that sense the one purpose, but different manifestations. കാണുന്ന ആൾക്കാർ ചോദിച്ചിങ്ങനെ ആ പേപ്പർ ഉണ്ട് ഇത് വെച്ചിങ്ങനെ നടക്കലല്ല, നമുക്ക് വലിയ ഉപകാരമൊന്നുമില്ല. ഓക്കെ നല്ല കഷ്ടമുള്ളൂ. എന്ന് വെച്ചാൽ നമുക്കറിയില്ല, വെറുതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാം. നമ്മളിപ്പോ നല്ല രസമാവും. ഈ പെണ്ണുങ്ങളെ കൊണ്ട് നമുക്ക് വീട്ടിൽ പോകാൻ വേണോ? അവിടെ പുലിയും കടുവയിലുള്ളതാണ് ഗൈസ്. ഇപ്പം നമ്മൾ ഗദ്ദയും പരിപ്പുവാണ്. റൈഡർ കണ പീസ് ലാൻഡഡ് ദാർ. അപ്പോൾ നമ്മൾ ഓളയും പരിപ്പുവാണ്. പോയി കാണില്ല, ഇങ്ങോട്ടേക്കാണോ അങ്ങോട്ടേക്കാണോ എന്ന് നമ്മൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ വന്ന മതാ മഴക്കില്ലേ ഭയങ്കര ഷോവർ, മറ്റേ പട്ടി ഷോ അലിഞ്ഞാറ്റോ. എന്താ വെച്ചല്ലേ, ഞാൻ പോയി ചോദിച്ചു രണ്ട് പെണ്ണുങ്ങളോട്, ഞാൻ പോയി ചോദിച്ചു കെ ടേക്ക് ഫോട്ടോ. അപ്പോൾ പെണ്ണുങ്ങള്
നോ എന്തോ ഞാൻ എന്തോ പെണ്ണുങ്ങൾ ചെയ്യുന്ന മാതിരി പെണ്ണുങ്ങൾ അറിയാ പിന്നെ ഞാനൊന്നും ചോദിക്കാൻ വയ്യ നമുക്ക് എന്തിനാ വേറെ അതെ എന്നാ ഞാൻ ഇപ്പൊ പെണ്ണുങ്ങളെ ഫോട്ടോ ഒന്നും ചെയ്യാൻ പോകണ്ടല്ലോ. എന്നാലും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അതെ അതെ ഓക്കെ എന്റെ ഭാഗത്തും തെറ്റുണ്ട്. അതെ സൂര്യ എന്റെ ഭാഗത്തും തെറ്റുണ്ട്. നമ്മളെല്ലാം കണ്ട് നടക്കുക. ഇപ്പൊ ഗൈസ് നല്ല നല്ല വീടുകളുണ്ട്. ഫുൾ കപ്പിൾസ് കാണുമ്പോൾ ടൂ ആക്കാന്നുണ്ട്. സെക്കൻഡിൽ വിഷമിക്കലറിയൂ ചാടല എല്ലാവർക്കും ജസ്റ്റ് ഗൈസ് ഫോട്ടായി ഗൈസ് നെതേ കിട്ടി. റൈഡർ advice to enter here. She has a little shy. പിന്നെ നമ്മൾ വീണ്ടും കഴിയാൻ വേണ്ടി വന്നേക്കാണ്. ഗായ്സ് നമ്മളിപ്പോ ഫോട്ടോ എടുക്കാണ്. ഫുൾ വെയിൽ ഗേൾസ് ഇത് ഫോട്ടോ എടുക്കുന്നു. ആൻഡ് വി ആർ ചില്ലിങ് ഹിയർ. വെള്ളമുണ്ട്, അധികം കുറേ വെള്ളമുണ്ട് ഇവിടെ. ഭയങ്കര വെള്ളമാണ് ഗൈസ്. ആൻഡ് ഭയങ്കര പള്ളി വയലാണ് ഗൈസ്. സൂപ്പർ ഷൂട്ട് ചെയ്തുകൊണ്ട് എനിക്ക് വെള്ളത്തൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വെള്ളം വരുമ്പോൾ ഓടാൻ നിൽക്കുകയാണ്. വെള്ളമൊന്നും വരുന്നില്ല. ഞാൻ ഇവിടെ എൻട്രൻസ് അടിക്കുമ്പോൾ എല്ലാം വന്ന് ഫോട്ടോ ചെയ്യാം. ആൻഡ് ദാറ്റ് റിമൈൻഡിങ് മീ നല്ല വൈബുണ്ട് ഈ സ്ഥലം. ഇവിടെ കണ്ണൂർ കുറച്ചും കൂടി മെച്ചപ്പെടാനുണ്ട്. എന്താ തോന്നുന്നത്? കോഴിക്കോട്ടാരി ഓടാണ്. ഇങ്ങനത്തെ ഇതൊന്നും ഇഷ്ടമാണ്. ഓക്കെ അടുത്തതായി നമ്മൾ സ്മൂച്ചോളേക്കാണ് പോണത്. എൻ്റെ ഫോണിപ്പോൾ ചാവും. സ്മൂച്ചോ പോയി അവർ ചാർജ് കുത്താൻ പറ്റിയെങ്കിൽ ഐ വിൽ ബി എടുക്കൽ ദ വ്ളോഗ് കണ്ടിന്യൂയിങ്. ഗൈസ് ഈ മധുവാസി ഇപ്പം നടപ്പിക്കൊണ്ട് കുറെ നേരായി. അങ്ങോട്ടേക്ക് 3 മിനിറ്റ് പോയി. ഇങ്ങോട്ടേക്ക് 3 മിനിറ്റ്. ആയില്ല നമ്മളൊന്നിക്കിവിടെ വീട്ടിൽ 7 മിനിറ്റ് കൂടി ഇതോട് പറയാനത് കാണാം. അവിടെ എത്തിയിട്ട് ഇനിയിപ്പോൾ അതൊന്നും തുറന്നിട്ടില്ലെങ്കിൽ ഇന്ന് ടോട്ടലി ഒരു മൂഞ്ചിയ ഡേ ആയതുകൊണ്ട് നമുക്കറിയില്ല എന്ത് സംഭവിക്കും. അതെ തിരിച്ച് വീട്ടിലേക്കും പോണത് നമുക്ക്. ഓക്കെ 60 മീറ്റർ ഇനി അത്രേ ഉള്ളൂ. ഇതുപോലൊക്കെ സിംഗിങ്ങൊക്കെ നടന്നു പണ്ടാരം കഴിഞ്ഞു. ചിലരുടെയെല്ലാം ബേണായി ഇന്ന് തിന്ന കഴിച്ചും പോയി കാണും. ഇപ്പൊ എത്ര നടന്ന് നമുക്കെന്നെ അറിയില്ല. രാവിലെ മുതൽ കഴിച്ചെല്ലാം ബേണായി തുടങ്ങി. ഇവിടെ പകുതി ചത്ത് നമ്മളിപ്പോ ചാവും. കലോറി ഫുൾ വിളിച്ച് അപമാനം കഴിച്ചു. നോക്ക് കൂട്ടി പാട്ടോള് പോന്ന് ഇത്രയും നേരം നടന്ന് നമ്മളാടായി വെള്ളാന്റെ മുത്തേ. ഇതൊക്കെ ഇത് കൂട്ടി ഈ തള്ളിയാന്ന് അങ്ങോട്ട് 3 മിനിറ്റ് ഇങ്ങോട്ടേക്ക് 3 മിനിറ്റ്. ഓപ്പൺ എന്ത് ചെയ്യണം ഗൈസ്? മണുങ്ങ ഗൈസ് നല്ല വ്യൂ കണ്ട ആർക്ക് കിട്ടുന്ന പറ്റും. നല്ല വ്യൂ. ഗൈസ് നമ്മളിപ്പോ ബബിൾ ടീ കുടിക്കാൻ വന്നേക്കാണ്. വിത്ത് ബ്യൂട്ടിഫുൾ ആംബിയൻസ്. നദീമിക്ക വരുന്നുണ്ട്. ശരിക്കുണ്ടല്ലേ അപ്പൊ 2 ഓർഡർ ചെയ്താൽ 1 ഫ്രീ. ഇവക്ക് വേണ്ട പറഞ്ഞ കുമ്പളിനെ കുടിക്കും. വേണ്ടല്ല ആണ് ഗായ്സ്. അപ്പൊ നമ്മൾ ബബിൾ ടീ കുടിക്കുവാണ്. നമ്മൾ ഇത് 2 ഓർഡർ ചെയ്ത് അപ്പൊ ഇത് നമുക്ക് ഫ്രീ ആയി കിട്ടി. ആൻഡ് ഇത് മാംഗോ, സ്ട്രോബെറി, ചോക്ലേറ്റ്. മധുരമിതാ ഇത് വഴിവാ ജീവിതമേ. കണ്ണൂരത്തെ സാധനത്തേക്കാളും ബെറ്റർ ആണ് ഗൈസ്. മസ്റ്റ് ട്രൈ ആണെന്നും പറഞ്ഞിട്ട് അതാണ് കുഴപ്പമില്ല. കണ്ണിൽ വിടരും രാത്താരങ്ങൾ നീ, മണ്ണിൽ പുലരും പൂക്കാലങ്ങൾ നീ, നെറുകിൽ പടരാനുയിരു കൊണ്ട മഴയോ
കിളികൾ പറയാതിതൾ വിരിഞ്ഞ കഥയോ പുഴകളോ വഴികളോ തിര തൊടുന്ന പുതിയ കരകളോ. സമയം 6 മണിയായി. നമ്മളിനി എത്തുമ്പോഴേക്കും 10 മണി. പുലിയിൽ നിന്നും കളിക്കാൻ നമ്മളെ നിർത്തിയാൽ ഭാഗ്യം. ബബിൾട്ടിയെല്ലാം കുടിച്ച് കുമ്പ ഫുള്ളായി. മൈ ബബിൾ ടീ ഇസ് ഗെറ്റ് ഓവർ. ബബിൾ 2-3 ബബിൾ ഉണ്ട്, അത് കിട്ടൂല. അപ്പോൾ നമ്മൾ ഇതും കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. നമ്മളവിടെ ഒരു കോഴിക്കോട്ടുകാരനും കൂടി ജോയിൻ ചെയ്തു. ഫാൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അൽസബ് ഫാൻസ്. അപ്പോൾ ഇവിടെ അടിപൊളി കോഴിക്കോട് ഫുഡ് സീൻ. ഒരു ഉച്ചക്കത്തെ മന്തി വെള്ളം വേണ്ടേ, അത് പറയാലോ. സൂപ്പി മന്തി ഗൈസ്. ചിക്കൻ അടിപൊളി. ചിക്കൻ സീനി, പക്ഷെ ആ സാധനം വെള്ളം പോലെ ഉണ്ട്. റൈസ് ഫുഡ് അടക്കും ഞാൻ. ഇവന് ആൾക്കാരുണ്ട്, നമ്മൾ പോക്കാ ഗൈസ്. അപ്പോ റൈഡർ കണ്ണാപ്പി സ്പോട്ടഡ് ഗൈസ്. റൈഡർ കണ്ണാപ്പി ഞാൻ ബൈ. അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ്. ആൻഡ് ഇവിടെ ഫുൾ ബ്ലോക്ക് ആയിരിക്കാണ്. ആൻഡ് നമുക്ക് നൈറ്റ് നിൽക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റില്ല. സാഹചര്യം കാരണം നമുക്ക് പോയാലേ പറ്റൂ. ഇവിടെ ഫുൾ ആൾക്കാരുണ്ട്. നമുക്ക് അതിന് ഫുൾ ടെൻഷനാണ്. ഡാഡി കുഴമ്പോ, ഡാഡി കാണുവോ. സൂപ്പർ റൈഡറൊപ്പം ഞാൻ ടെൻഷൻ പോയത്. ഫുൾ അഡ്വഞ്ചർ ട്രിപ്പാണ് ഗൈസ്. ആൻഡ് ടുഡേ വാസ് അടിപൊളി. വെരി മച്ച് അടിപൊളി ഡേ. തിരകളിതാ തീരമിതാ. മറ്റേ ഈസ്റ്റർ കഫേ മറ്റേ പിങ്ക് കളറിലെ കഫേയിലെ ഞാൻ റീൽസ് എല്ലാം കാണുന്നുണ്ട്. വരാൻ നല്ല ആഗ്രഹം ഉണ്ടായിനി. അൺടിൽ നെക്സ്റ്റ് ടൈം വി വിൽ കം അല്ലേ. നമുക്ക് നേരെ സമയമില്ല. നമ്മൾ വേറെ ദിവസം നമ്മൾ രാവിലെ വന്ന് ഇവിടെ ഫുൾ എക്സ്പ്ലോറിങ് ചെയ്യും. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ ഒരു ദിവസം നെതോൻ്റെ വീട്ടിൽ പോയി നിൽക്കും. പ്ലാനിങ് ഒക്കെ വെൽ പ്ലാനാണ്, പക്ഷെ ഒന്നും നടക്കില്ല. സമയമൊക്കെ വളരെ അതിക്രമിച്ചിരിക്കുന്നു. നമ്മളെപ്പോൾ വീട്ടിലെത്തും നോ ഐഡിയ. ബ്ലോക്ക് നമ്മളെപ്പോൾ അറിയില്ല. സമീപം 6 നമ്മൾ ബസ്സിനടുത്തേക്ക് പോകുന്നേ ഉള്ളൂ. ആൻഡ് ബസ് ഉണ്ടോ എന്ന് പോലും അറിയില്ല. ട്യൂസ്ഡേ ആൾക്കാർ നോക്കുന്നുണ്ട്. വാട്ടെവർ നമ്മളിപ്പോൾ പോയി അവിടെ എത്തും അറിയില്ല. എന്താ നമുക്ക് പോയി നോക്കാം. നമ്മുടെ സ്വന്തം ഹൽവാവാണോ. നമ്മൾ KSRTC ബസ്സിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ അവിടെ പോയിട്ട് ബസ് ഉണ്ടാവും എന്ന ശുഭപ്രതീക്ഷയോടെ നമ്മൾ പോകുന്നു. അപ്പോൾ ബൈ. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് പറയാം. ടുഡേ വാസ് റിയലി നൈസ് ആൻഡ് എ മെമ്മറബിൾ ഡേ. നമ്മളിങ്ങനെ മൂഞ്ചുകയാണ്. മൂഞ്ച എല്ലാം ഒരു മെമ്മറി ആയി, എല്ലാം ഒരു എക്സ്പീരിയൻസ് ആയി. ആൻഡ് ടുഡേ വാസ് ഫൺ ഫിൽഡ് ഡേ. അപ്പോൾ അത്രയുള്ളൂ ഗൈസ് ഇന്നത്തെ വ്ളോഗ്. വീഡിയോ ഇഷ്ടപ്പെടാ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. See you on next video. Bye. Hello guys, welcome to our channel. അപ്പൊ ഈ കോഴിക്കോട് വന്നാണ്. അപ്പൊ സക്സസ്ഫുള്ളി കോഴിക്കോട്. അപ്പൊ നമുക്ക് ഹൽവ എടുക്കുന്നുണ്ട്. കാണിച്ചു ഹൽവ കാണിക്കും. കിട്ടൂല. ഫുള്ള് കിട്ടണ്ടേ.
ആൻഡ് നമ്മളടുത്ത് മറ്റേ KLF കാണാൻ പോവാണ്. ഗായ്സ് ഇപ്പൊ സമയം 6:30 കഴിയാനായി. നമ്മളിനിയും ബസ് എത്തിയ ഫുൾ നമുക്ക് ന്യൂസ് വരുന്നു. ഗായ്സ് സൈഡുണ്ട്, സൈഡിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ എന്താ പറയാ ഗായ്സ്. അപ്പോൾ വി ആർ ലിവിങ് ഹിയർ. നമ്മൾ ടീച്ച് ചെയ്യാൻ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാണ്. ഇതിനെ പറ്റിയിട്ടൊന്നുമില്ല, എൻ്റെ ഫോണിൽ പറ്റി ആവുന്നതാണ്. അപ്പോൾ അത്ര ദിവസം കുറച്ച് മൂഞ്ചിഫൈഡ് ഡേ ആണ് ആൻഡ് അടിപൊളി ഡേ ഇറ്റ് വാസ്. അപ്പോൾ നമ്മൾ പോവുകയാണെങ്കിൽ ഇന്നത്തെ വ്ളോഗ് എനിക്ക് ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഗൈസ് നമ്മളെ സാധനം വന്നില്ല. നമ്മൾ വരുന്നുണ്ട്.